പ്രത്യേകിച്ച് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ, എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് ജാസ്മിൻ. ഞാൻ ഇതുവരെ ബ്രേക്ക് ആവാതെ ഇത്രയും നാൾ ഇവിടെ നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങൾ ചിന്തിക്കാതെ എന്താ സംഭവിക്കണമെന്ന് എനിക്ക് മൈൻഡ് പോലും ചെയ്യാതെ ഞാൻ നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം ജാസ്മിൻ. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് ആണ്. കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ടിരുന്ന് കാണുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ കണ്ടപ്പോൾ ജസ്റ്റ് പറയാൻ തോന്നി. നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. അവിടെ ഈ പവർ റൂമിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനീഷ്യലി ജാസ്മിനും സായിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അപ്പുറത്ത് ഗബ്രിയും നമ്മുടെ അർജുനും ഇരുന്ന് സംസാരിക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ അവിടെ പവർ റൂമിൻ്റെ സിറ്റുവേഷൻ, റൂൾ ബുക്ക്, ഈ പവർ റൂം എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പവർ ടീം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ സായി പോയി ഇരിക്കുന്നതാണ്. അപ്പോൾ വൈൽഡ് കാർഡായിട്ടുള്ളൊരു വ്യക്തി ചെല്ലുന്ന റീസൺ എന്തായിരിക്കണം? സ്വയം അവനാൻ്റെ ഗെയിമും ക്ലിയർ ആക്കണം, അതിൻ്റെ ഉള്ളിലത്തെ ഗെയിമും ബ്രേക്ക് ചെയ്യണം, ബാക്കിയുള്ളവരുള്ള കണ്ടീഷനിലാണ് ഈ ചങ്ങാതി അവിടെ പോയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാവുന്ന സംഭവം എന്താ പറയുക, ഞാൻ സീരിയസ്ലി പറയട്ടെ, ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുന്നിൽ സംസാരിച്ച് നിൽക്കാൻ സീക്രട്ട് ഏജൻറ് എന്ന സായി കൃഷ്ണന് പറ്റുന്നില്ല എന്ന് എനിക്ക് ഈ ഒരു ലൈവ് കണ്ട സമയത്ത്, നിങ്ങൾ കണ്ടവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം വെച്ചാൽ സായി സംസാരിക്കുന്ന സമയത്ത് സായി ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളിൽ വളരെ സ്പഷ്ടമായിട്ട് നല്ല രീതിയിൽ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ കൊത്തുന്ന സമയത്ത്, ഞാൻ കൊത്തുന്ന ഉദ്ദേശം വെച്ചാൽ ജാസ്മിൻ അതിന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി കൊടുക്കുകയാണ്. ജാസ്മിൻ മറുപടി കൊടുക്കുന്ന സമയത്ത് പുറത്തുനിന്ന് പ്രേക്ഷകന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ ജാസ്മിൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഇമേജ് അവിടെ നശിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് ജാസ്മിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഗെയിം കളിച്ച് മുന്നേറാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സ്പെഷ്യലി ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള കണ്ടീഷനിൽ ജാസ്മിൻ അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നവിടത്ത് നിന്ന് പെട്ടെന്ന് ഈ സായിയുടെ എൻട്രി വന്നതോടുകൂടി, സായി ഈ കാര്യം റിവീൽ ചെയ്തതോടുകൂടി അവിടെ സ്പെഷ്യലായിട്ടൊരു എന്തോ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ. ഇപ്പോൾ ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം കേട്ടോ സായിയുടെ ഗെയിം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. റീസൺ എന്താ വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ ഫസ്റ്റ് നമ്മൾ കണ്ടാണ് ജാസ്മിന് എതിരെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ജാസ്മിൻ്റെ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ പിരിക്കാൻ നോക്കി. സത്യം പറഞ്ഞാൽ അവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കി. അതിന് തിരിച്ച് നേരെ ജാസ്മിനൊരു തിരിച്ചടി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട ക്ലിപ്പിൽ എന്താണ് സായി ചെയ്യുന്നത് ഐ എം റിയലി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മറ്റേ മുരളി ഗോപി മറ്റേ സിനിമയിൽ പറയും, മിസ്റ്റർ നിങ്ങളെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന കാര്യം. കാരണം സത്യം പറഞ്ഞാൽ സായിന് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ സായി ചെന്നിട്ട് ഇവരെ പിരിക്കാൻ നോക്കി സായി ഇപ്പോൾ ചെന്നിട്ട് ഗബ്രിക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ കണ്ടാൽ ഐ തിങ്ക് അവൻ ഗബ്രീനെ കപ്പെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണ പോലെ ഉണ്ട് കേട്ടോ. ഗബ്രിക്ക് എന്താണോ ഗബ്രിക്ക് കുറച്ച് വീക്ക് പോയിൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഗബ്രിയുടെ വീക്ക് പോയിൻറ്റ്സിൽ അവിടെ നിർത്തിയിട്ട് ഗബ്രീനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചങ്ങാതി ഇരുന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഗബ്രിയോട് പറയാം, നീ നിൻ്റെ സ്വന്തം വീട് പോലെ കളിക്കണം, നിൻ്റെ സ്വന്തം വീടാണ്, നീ അങ്ങനെ ചെയ്യണം, നിനക്ക് ഇവിടെ ചെല്ലുന്ന സമയത്ത് നിൻ്റെ സ്വന്തം വീട് എന്നുള്ള കണ്ടീഷനിൽ നിനക്കൊരു ഇത് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുക, ഇത്രയധികം മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ദ ഹെൽ ഈസ് ഹി അപ് ടു? ഐ ഡോണ്ട് നോ സീരിയസ്ലി. സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞാൽ സായി കൃഷ്ണൻ ബിഗ് ബോസിൻ്റെ അകത്ത് പോയിരിക്കുന്നത് ജാസ്മിൻ ജാഫറിനെയും ഗബ്രീനെയും സെപ്പറേറ്റ് ആക്കി രണ്ടുപേരും കപ്പിൻ്റെ അടുത്തേക്ക് എത്തിച്ച് അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഈ ചങ്ങാതി ഇവൻ്റെ സ്വന്തം ഇമേജ് കംപ്ലീറ്റ് കളഞ്ഞു വിളിക്കട്ടോ. നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടവരില്ല, ലൈവ് കണ്ട ആൾക്കാർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവ് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ആരോടും ഒരു ഇതുമില്ല, നല്ല രീതിയിൽ കളിക്കുകയാണെന്ന് വെച്ചാൽ നല്ലത് എന്തായാലും പറയും. പക്ഷേ സായിയുടെ ഈ രാത്രി ചെന്നിരുന്നിട്ടുള്ള ഈ ഗെയിമും ഒരു സെൻറ്റൻസ് പോലും ഹീസ് നോട്ട് കംപ്ലീറ്റിംഗ് ഇറ്റ്. സായി പറയുന്ന ഒരു സെൻറ്റൻസ് സായി കംപ്ലീറ്റ് ചെയ്യാൻ സായിക്ക് തന്നെ പറ്റുന്നില്ല. ദ വേ ഹീ സ്റ്റാർട്ടിങ് ഈ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇതല്ല സായി കൃഷ്ണൻ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഇതെല്ലാം സീക്രട്ട് ഏജൻറ്റിലൂടെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ സായി കൃഷ്ണൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഈ പബ്ലിക് സ്പേസിൽ കണ്ടിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് എല്ലാവരും സെലക്ട് ചെയ്തിട്ടുള്ളത്. പബ്ലിക് സ്പേസിൽ ഈ കണ്ട എല്ലാ ഡിസ്കഷൻസും റിയാക്ഷൻസും വീഡിയോസൊക്കെ കാര്യങ്ങൾ കണ്ടിട്ട് പോയിട്ടുള്ള സായി കൃഷ്ണൻ അവിടെ ചെന്നിട്ട് ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അയാൾക്കൊരു സെൻറ്റൻസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സെൻറ്റൻസ് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ ഗബ്രി അവൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ രാത്രി ലൈവ് കണ്ടവർക്കറിയാം ഗബ്രി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നാളെ ഏഷ്യാനെറ്റ് ഇത് കാണിക്കില്ല എന്നുള്ള അറിയില്ല. ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഗബ്രിക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ അവന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പറയുന്നത് നിൻ്റെ വീടായിട്ട് നീ തോന്നുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് സായി എന്താ ഈ പുറത്തുനിന്ന് കണ്ടിട്ട് എന്ത് പഠിച്ചിട്ട് പോയിട്ട് പറഞ്ഞിട്ട് അറിയില്ല. ഈ സായി ഇത് ലൈവ് കണ്ടവർക്ക് എന്നായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവൻ കയറി ചെന്നിട്ട് ഇവൻ അവിടെ നിന്നിട്ട് ഈ ഗബ്രിനോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഗബ്രി ഈ വീട്ടിനുള്ളിലുള്ള ആൾക്കാർ നിന്നെക്കുറിച്ച് മോശം പറയുന്നത് നിനക്ക് പ്രശ്നമില്ലെന്ന് ചോദിക്കുമ്പോൾ അവർ വീട്ടിനുള്ളിലുള്ള ആൾക്കാർ അല്ല ഇങ്ങനെ മോശം പറയുമ്പോൾ നിനക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്ന് ഗബ്രിനോട് ചോദിക്കുമ്പോൾ ഗബ്രി പറയുക, അവർ ഞങ്ങളെ ഇതല്ല പറയുന്നത്, ഞങ്ങളെ മോശമല്ല സായി പറയുന്നത്, അവർ ഞങ്ങളെ പറയുന്നത് നിങ്ങൾ ആക്ട് ചെയ്യുകയാണ്, നിങ്ങൾ സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണെന്നുള്ള പറയുന്നത്. സത്യം ഹൗസിനുള്ളിലുള്ള ആൾക്കാർ പറയുന്നത് ഇത് സ്ട്രാറ്റജിയാണെന്നാണ്, പുറത്തുള്ള ആൾക്കാരാണ് ഇത് മോശം പറയുന്നത്. സായി അതുപോലും ചിന്തിക്കാതെ എന്തൊക്കെയാണ് അവിടെ പോയി പറയുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് ഐ എം റിയലി അനോയ്ഡ്. കാരണം വെച്ചാൽ ഇതിങ്ങനെയൊക്കെയാണ് ഒരു വൈൽഡ് കാർഡ് ചെന്നിട്ട് ഇത് ശരിയല്ല. നമ്മൾ ആരും ഒരു ഒഫൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കില്ല. ബട്ട് ഐ തിങ്ക് ഹീസ് ലൂസിങ് അയാളെ വന്നിട്ട് എന്തിനാണ് അതിനുള്ളിൽ പോയിട്ടുള്ളത് എന്ന് മറക്കുകയാണ്. ഒരു സെൻറ്റൻസ് പോലും കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു, ഗബ്രി അയ്മ പിടിച്ച് കയറുന്നു.
ലൈവ് കണ്ടവർക്കറിയാം, ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അല്ലാത്തൊരു 4-5 എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പക്ഷേ സംഗതി എന്തായാലും 2 ദിവസം നമ്മളൊരു വെയിറ്റിംഗ് പീരീഡ് കൊടുക്കണം എന്ന് തോന്നുന്നത്. അതിൻ്റെ മുഴുവൻ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ബിഗ് ബോസ് ആണ്, ഭയങ്കര ഹൈലി കോമ്പറ്റേറ്റീവ് കാര്യങ്ങളാണ്. ഇവിടെ മിനിറ്റ് കാര്യങ്ങൾ മാഞ്ഞും മറിയും. ഇതൊക്കെ ആൾക്കാർ വിലയിരുത്തപ്പെടും. വെറുതെ ഒരു കോമാളി കണ്ടീഷനായി മാറാനുള്ള സിറ്റുവേഷൻ ആരും കൊടുക്കാതിരിക്കുക.